ഹായ് ഓൾ, മൈസെൽഫ് മാർട്ടിൻ, റിയൽറ്റർ NR പ്രോപ്പർട്ടീസ്. നാം ഇന്ന് പരിചയപ്പെടുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തായി 16 സെൻറ്റ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളോട് കൂടിയ ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ്. ടാർ റോഡ് ഫ്രണ്ടേജായി സ്ഥിതി ചെയ്യുന്ന വളരെ വിശാലമായ മുറ്റത്തോടു കൂടിയ ഒരു മനോഹരമായ ഒരു വീടാണിത്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും 3 വണ്ടികൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ഒരു സെപ്പറേറ്റഡ് കാർ പാർക്കിങ്ങുമാണ് ഈ വീടിനുള്ളത്. മുറ്റം ബാംഗ്ലൂർ സ്റ്റോൺ ലേ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ പെബിൾസ് ലേ ചെയ്തിരിക്കുന്നു. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ വാൾ എല്ലാം തന്നെ വുഡൻ സീലിംഗ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വെന്റിലേഷൻ എല്ലാം തന്നെ വളരെ വലിപ്പമുള്ള വെന്റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. വുഡുകളെല്ലാം തന്നെ ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. നാം ഇപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് ഏരിയയാണ്. വളരെ വിശാലമായ ഒരു വിസിറ്റിംഗ് ഏരിയയാണ്. അതുപോലെ തന്നെ ഒരു പ്രൈവസി ഉള്ള ഒരു വിസിറ്റിംഗ് ഏരിയയാണ് ഈ വീടിനുള്ളത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇതിൻ്റെ ഒരു ഡൈനിങ് ഏരിയയാണ്. ഓപ്പൺ കിച്ചനോട് ചേർന്നുള്ള ഡൈനിങ് സ്പേസ്. വളരെ മനോഹരമായ ഒരു കിച്ചണാണ് ഈ വീടിനുള്ളത്. ഫുള്ളി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന മനോഹരമായ കിച്ചൺ. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് എൻട്രി ഉണ്ട്. നല്ലൊരു വില്ല പ്രോജക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണിത്. അതുപോലെ വീടിൻ്റെ എല്ലാ വശങ്ങളിലും ധാരാളം സ്ഥലം ലഭ്യമാണ്. ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു കൃഷിയെല്ലാം ചെയ്യുന്നതിന് അനുയോജ്യമായ സ്ഥലം അവൈലബിൾ ആണ്. ഇത് വീടിൻ്റെ കിച്ചണാണ്. 2 ലെയറായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇത് സെക്കൻഡ് കിച്ചണാണ്. അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയയും വീടിനുണ്ട്. ഇത് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പുകയില്ലാത്ത അടുപ്പോ മറ്റടുപ്പുകളോ വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. വർക്ക് ഏരിയയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസും ഈ വീടിനുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു വീടാണിത്. ഒരു ശാന്തമായ ഏരിയയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീടാണിത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഒരു വശത്തായിട്ടാണ് ലിവിങ് ഏരിയ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള നല്ലൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണ്. വളരെ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. അതുപോലെ വെന്റിലേറ്റഡ് ആണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കബോർഡ് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും. ടോയ്ലറ്റ് ആണെങ്കിൽ ഗ്ലാസ് ക്യൂബിക്കൽ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റാണ്. വെന്റിലേറ്ററുകളെല്ലാം തന്നെ വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമാണ്. അതും ധാരാളം വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലുള്ള ബെഡ്റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം തന്നെ ജാഗൂർ കമ്പനിയുടേതാണ്, ബ്രാൻഡഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയർ ഗ്രാനൈറ്റാണ് ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ഗ്ലാസും വുഡനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള സ്റ്റെയർ കേസാണ് ഈ വീടിനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണിത്. അപ്സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു നല്ലൊരു ലിവിങ് ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. ഇത് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ്. വളരെ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ കബോർഡുകളുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ ബെഡ്റൂമിൻ്റെ മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമുകളിൽ നിന്നും നല്ല ഒരു ബാൽക്കണിയാണുള്ളത്. വളരെ വലിപ്പമുള്ളൊരു ബാൽക്കണി. അതും വീട് നല്ല എലിവേറ്റഡായി നിൽക്കുന്നതിനാൽ മനോഹരമായ വ്യൂ ആണ് ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ബാൽക്കണി ഗ്രാനൈറ്റാണ് ലേ ചെയ്തിരിക്കുന്നത്. ഇത് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം.
ഇത് വീടിൻ്റെ ഒരു ടെറസ് ഏരിയ ആണ്. അത് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുന്നു. വളരെ വിശാലമായ ഒരു ഏരിയ ആണ്. അവിടെ നമുക്ക് ചെറിയ ഫംഗ്ഷനോ അല്ലെങ്കിൽ ലോണ്ടറി ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ലിവിങ് ഏരിയ. ഇവിടെയും നമ്മൾ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയോട് ചേർന്ന് ഇത് 4ാമത്തെ ബെഡ്റൂമാണ്. കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വെൽ വെന്റിലേറ്റഡ് ആണ്. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. നല്ല രീതിയിൽ സൂര്യപ്രകാശവും വെളിച്ചവും ലഭിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ ക്യൂബിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ജാഗർ കമ്പനിയുടെ ലക്ഷറി ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാൽക്കണിയുണ്ട്. വളരെ വിശാലമായൊരു ബാൽക്കണിയാണ്. അത് ടാർ റോഡിനോട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മുകളിലത്തെ 2 ബെഡ്റൂമുകൾക്കും വളരെ വലുപ്പമേറിയ ഒരു ബാൽക്കണിയാണുള്ളത്. ഇത് വീടിൻ്റെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിലും ഒരു ബാൽക്കണിയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിൻഡോസും എല്ലാ വുഡൻ വർക്കുകളും തീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.